ഇതിനുശേഷം അവിടെ നടന്നതിനെക്കുറിച്ചുള്ള വീഡിയോ മുഴുവനും എൻ്റെ കയ്യിലുണ്ട് സർ. ആ വീഡിയോയിൽ എന്താ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞ് നീ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം. നാളെ രാവിലെ എൻ്റെ മോൻ്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ അതിനു മുമ്പ് എൻ്റെ മോൻ്റെ മരണത്തിന് കാരണക്കാരനെ ഞാൻ ജീവനോടെ വിടില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതിലൊരു പക്ഷെ നീ ബന്ധപ്പെട്ടാലും നീ ഇവിടുന്ന് ജീവനോടെ പോയില്ല. നീയല്ലേ ഫോൺ എന്ന് പറഞ്ഞ് എന്നെക്കാളും കൂടുതൽ ഓടിയത്. അങ്ങനെ എന്താ ഈ ഫോണിലുള്ളതെന്നൊന്ന് നോക്കാം. ആ ഫോണിൻ്റെ ചാർജർ എടുത്തോളൂ. ഇതാ കയ്യില് ഗണ്ണുള്ള സമയത്ത് ഇത്ര ലെങ്തായിട്ട് സംസാരിക്കണോ? അപ്പൊ കയ്യില് ഗണ്ണില്ലായിരുന്നെങ്കിലോ? കേറി അർമാദിച്ചേനെ അല്ലേ? ഞാനെന്താ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നവർക്കാണോ? എന്റെ വൈഷടി ചേട്ടാ, ഇപ്പൊ തനിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ ജീവനോടെ വിടും? നീ എന്നെ സ്റ്റേഷൻ വന്ന് കാണാതെ പോയപ്പോ തന്നെ നിന്റെ മേലെ കണ്ണുവെച്ചായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാൻ മേലത്തെ പോലെ ഞാൻ നിന്റെ കൂടെ വന്നത് എന്തിനാണെന്നറിയോ? പോലീസുകാരൻ തന്റെ മേലുള്ള തെറ്റ് മറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാ. നീ ഈ ഫോൺ ഓൺ ചെയ്ത് എന്നെ കുറിച്ച് എന്തറിയാനായിരുന്നു? ഈ ഫോണിന് വേണ്ടിയിട്ട് നിന്റെ മകനെ വെട്ടിക്കൂ